ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ ആകെ സാഹചര്യം വിലയിരുത്തിയെന്നും 4 മേഖലായോഗങ്ങളും കഴിഞ്ഞുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിവിധ തലങ്ങളിലെ നേതാക്കൾക്കും പാർട്ടി മെമ്പർമാർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത വാസ്തവമില്ലാത്തതെന്നും തെറ്റായ പ്രചാരണവേല ജനങ്ങൾ തള്ളുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. EP ജയരാജന്റെ പേര് പറഞ്ഞ് യോഗത്തിൽ വിമർശനമുണ്ടായെന്ന പരാമർശവും തെറ്റാണെന്നും ഇതിനെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ജയരാജൻ ചർച്ചയിൽ പോലും പങ്കെടുത്തിരുന്നില്ല എന്ന് യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. സെൻട്രൽ കമ്മിറ്റിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരായി, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരായി EP ജയരാജന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ടുള്ള വിമർശനം നടത്തുകയുണ്ടായി എന്ന വാർത്തയും വരികയുണ്ടായി. ജയരാജനെ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയും അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ശരിയല്ലാത്ത യെച്ചൂരി തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോഴും പറഞ്ഞു, ജയരാജൻ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ മേഖലയിൽ നടന്ന ചർച്ചയിലെ ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. പ്രതിഭാശാലികളെ നാടിന് സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് SFI. SFIയെ തകർക്കാൻ പലരും അവസരം കാത്തിരിക്കുകയാണ്. പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ് പ്രസ്ഥാനത്തെ ആകെ തകർക്കരുത്. തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി മുന്നോട്ടു പോകും. SFI സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അവർ അവരുടെ രീതിയിൽ പ്രതികരിക്കുന്നതാണ്. പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകും. ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും. കാരണം SFI ഒരു സ്വതന്ത്രമായ ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ശേഷിയുണ്ട്, കഴിവുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം തന്നെയാണ്. ആർക്കും പകരം വെക്കാൻ ഇപ്പോഴില്ല അതിന് പകരം. പക്ഷേ ആ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് പലരും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വർണ്ണ പൊട്ടിക്കൽ സംഭവം പോലെയുള്ള ഒരു കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ല. അത്തരം തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല. സ്വർണം പൊട്ടിക്കലിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും CPMനില്ല. ഇതിൽ ഉൾപ്പെട്ടവരെ പാർട്ടി മുൻകൈയെടുത്താണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. തെറ്റായ പ്രവണതകളെ വെച്ചു പൊറുപ്പിക്കില്ല. P ജയരാജൻ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.